അല്ലിമു ഔലാദക്കും മഹബത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുട്ടികളെയും അനുജരെയും സഹപ്രവർത്തകരെയും തിരുനബി സ്നേഹ ചരിത്രം പഠിപ്പിക്കുക. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. വളരെ ന്യൂനപക്ഷ മുസ്ലിമീങ്ങളും എല്ലാവിധ സന്നാഹങ്ങളോട് കൂടിയ മക്കയിലുള്ള ഖുറൈശികളും യുദ്ധത്തിൻ്റെ ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആക്രമിക്കപ്പെട്ടു. അവിടുത്തെ ദന്തങ്ങൾക്കും അവിടുത്തെ മുഖത്തിനും പരിക്കേറ്റു. പിന്നീട് ഉഹുദിൻ്റെ യുദ്ധമുഖത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷൻ തീർത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വളരെ മെലിഞ്ഞ ശോഷിച്ച ആ ശരീരത്തിൽ 75ഓളം മുറിവുകളാണ് പറ്റിയിട്ടുള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഓടി വന്ന് അവിടെ നിന്ന് അണച്ചു കൂട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്, സിദ്ദീഖ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോയി പരിചരിക്കുക എന്നായിരുന്നു. ത്വൽഹയിലേക്ക് സിദ്ദീഖ് തങ്ങൾ എത്തുമ്പോൾ കാണുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ചോര വാർന്നൊലിച്ചുകൊണ്ട് മരണത്തോട് വല്ലടിക്കുന്ന ത്വൽഹയായിരുന്നു. 75ഓളം മുറിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിലേക്ക് അമ്പുകളേറ്റ് വാങ്ങുമ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖവും അവിടുത്തെ ശരീരവും മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, അൽ വജ്ഹുൽ വജ്ഹിക അൽ വിഖാഉ യാ റസൂലല്ലാഹ്. എൻ്റെ ശരീരം, എൻ്റെ മുഖം ഇന്ന് അങ്ങേക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനുള്ളതാണ്. എൻ്റെ ജീവനും എൻ്റെ സ്വശരീരവും എൻ്റെ ആത്മാവും അങ്ങേക്ക് ദണ്ണം വെക്കുന്നു, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന തത്തുല്യമായ വാചകമാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ വജ്ഹുൽ വജ്ഹിക വിഖാഉ യാ റസൂലല്ലാഹ്, എൻ്റെ മുഖം അങ്ങേക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനുള്ളതാണ്. പിന്നീട് ഏറെക്കാലം ത്വൽഹ റളിയല്ലാഹു അൻഹു ജീവിച്ചു. സിദ്ദീഖ് തങ്ങൾ പലപ്പോഴും അനുസ്മരിക്കാറുണ്ടായിരുന്നു, ഉഹദ് എന്നത് അത് ത്വൽഹയുടെ ദിനമായിരുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, ഇറാഖിൽ ബസറയിൽ അവിടുന്ന് വിശ്രമിക്കുകയാണ്. ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വെച്ച് അവസാനം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു.